RSS പരാമർശത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ വിമർശനവുമായി തൃക്കാക്കരയിലെ നേതാവ് ME ഹസൈനാർ. ഗോവിന്ദനായാലും ഏത് ഇന്ദ്രനായാലും അനവസരത്തിലുള്ള പ്രസ്താവന ഒഴിവാക്കണമെന്നാണ് കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറിയായ ME ഹസൈനാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. രാഗിനാണ് വിവരങ്ങളുമായി ചേർന്നത്. രാഗിൻ, 2011 തൃക്കാക്കര മണ്ഡലം രൂപീകരിച്ചപ്പോൾ തൃക്കാക്കരയിലെ ആദ്യത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്നു ME ഹസൈനാർ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് തൃക്കാക്കര മണ്ഡലത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എറണാകുളം ജില്ലയിലെ CPMന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം. വളരെ രൂക്ഷമായ വിമർശനമാണ്. മാതൃഭൂമി അഭിമുഖത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ വാചകങ്ങളെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് CPM നേതാവ്. എന്താണ് ഇതിന്റെ വിശദാംശം? തീർച്ചയായും, അതായത് മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് MV ഗോവിന്ദൻ ഈ നിലപാട് പറഞ്ഞത്. അതായത് അടിയന്തരാവസ്ഥക്കെതിരെ യോജിക്കാവുന്ന എല്ലാവരുമായി യോജിച്ചു, അന്ന് RSSുമായും സഹകരിച്ചിരുന്നു, ചേർന്ന് പ്രവർത്തിച്ചിരുന്നു എന്ന കാര്യം പറഞ്ഞത്. അത് വലിയ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിരോധത്തിലാക്കുകയും UDF അത് ഏറ്റുപിടിക്കുകയും പിന്നീട് MV ഗോവിന്ദൻ തന്നെ അത് തിരുത്തുകയും മുഖ്യമന്ത്രി അടക്കം തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ CPMന്റെ താഴ്ത്തട്ടിലുള്ള അല്ലെങ്കിൽ അണികളിൽ പ്രാദേശിക നേതാക്കളിലൊക്കെ തന്നെ വലിയ വിമർശനം അല്ലെങ്കിൽ വലിയ അസ്വസ്ഥത ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ ME ഹസൈനാറെ പോലെയുള്ളവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് സൂചിപ്പിക്കുന്നത്. ME ഹസൈനാർ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ 2011 തൃക്കാക്കര മണ്ഡലം രൂപീകൃതമാകുമ്പോൾ അന്ന് ബെന്നി ബെഹനാനെതിരെ CPM നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല കളമശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ദീർഘനാളത്തെ പാർട്ടി പാരമ്പര്യമുണ്ട്. കൂടാതെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗവുമൊക്കെയായി കുറേ നാൾ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. നിലവിൽ പാർട്ടി അംഗവുമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് MV ഗോവിന്ദൻ്റെ ഈ പ്രസ്താവന വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലൂടെയൊക്കെ തന്നെ വെളിവാകുന്നത്. രൂക്ഷമായ ഭാഷയിലാണ് ഈ വിമർശനം വരികയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ അത് എങ്ങനെയൊക്കെ ആയിരിക്കും, അത് ഈ ഒരു വിവാദം അത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും CPMനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയെങ്കിൽ ഇത് കൂടുതൽ കാര്യങ്ങൾ, അത് MV ഗോവിന്ദനുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് കൂടുതൽ പേർ ഒരുപക്ഷെ എത്തിയേക്കാം. എന്തായാലും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ME ഹസൈനാർ ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരം വികാരം പല പാർട്ടി പ്രവർത്തകരിലും പല ആളുകളിലും ഒക്കെ ഉണ്ട് എന്നതിന്റെ സൂചനകളും, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോഴും അവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യും. ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ പരസ്യ വിമർശനവുമായി CPM നേതാവ് രംഗത്ത് വന്നിരിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ദിവിഷ്, ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ അഭിമുഖ വിഷയം ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളാനാവില്ല.